ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാന്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പെറ്റൂണിയാസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർ എന്തായാലും നോക്കുക കേട്ടോ. കാരണം തീരെ എക്സ്പെൻസീവ് അല്ല, എല്ലാം അഫോർഡബിൾ ആകുന്ന, അതായത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആകുന്ന രീതിയിലുള്ള ഒരു പെറ്റൂണിയയുടെ കോംബോ ആണ് കേട്ടോ. പെറ്റൂണിയ തൈകളല്ല, സീഡ്സ് ആണ്. ഇത് ഞാനല്ല സെയിൽ ചെയ്യുന്നത്, ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം കേട്ടോ. ഇതെല്ലാം അവർക്ക് വിരിഞ്ഞിട്ടുള്ള അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഗാർഡനിങ് ഇഷ്ടമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പെറ്റൂണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഒത്തിരി വൈബ്രൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആണ്. വൈറ്റ്, റെഡ്, പേർപ്പിള്, പിന്നെ അതുപോലെ പിങ്ക്, അങ്ങനെ ഒത്തിരി ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം അവർക്ക് വീട്ടിലുണ്ടായതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ വീഡിയോ ആയിട്ട് തന്നെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ഇതിൽ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അവരെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും DTDC വഴിയോ ഏത് വഴിയാണെന്നുണ്ടെങ്കിലും അവർ അയച്ചു തരും. വിത്താണ് അത്. ഒരു പാക്കറ്റിൽ തന്നെ അത്യാവശ്യം മിക്സ്ഡ് ആയിട്ട് എല്ലാ കളേഴ്സുള്ള വിത്തുകൾ വരുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് വിത്ത് വീണിട്ട് ഉണ്ടായ ചെടികളാണ്. അതിൽ നിന്ന് പൂക്കളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ക്രീപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഹാങ് ചെയ്തിടാം, അതല്ലാണ്ട് നമുക്ക് ചട്ടിയിൽ കട്ട് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ട് നിർത്താം. അങ്ങനെ പറ്റുന്ന വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ്, അതായത് ഇപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്ന വെറൈറ്റീസ് ചിലപ്പോൾ നമ്മൾ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ കിളിക്കാറില്ല. അപ്പോൾ ഇവർ ഇത് അതായത് നടുന്ന രീതിയും എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. പെറ്റൂണിയ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട്. സ്റ്റാർ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്മളുടെ സാധാ കളറിൻ്റെ മുകളിൽ റെഡ് കളറാണെങ്കിൽ അതിലിങ്ങനെ ലൈൻസ് വരുന്ന വെറൈറ്റീസ്. അതുപോലെ തന്നെ ക്രീപ്പർ, പിന്നെ ഷോർട്ടാക്കി നിർത്തുന്നത്, ഡബിൾ പെറ്റൽ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വെറൈറ്റീസ് എല്ലാം ഇവരെ കയ്യിൽ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ വിത്താണ് തരുന്നത്. വിത്തിന് റേറ്റ് വരുന്നത് റെഡ് പെറ്റൂണിയ, പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ മിക്സ് പെറ്റൂണിയ, ഇങ്ങനെയാണ് അവർ വിത്തുകൾ കൊടുക്കുന്നത് കേട്ടോ. അത് ഒന്നിൽ തന്നെ കുറേ വിത്തുകളുണ്ടായിരിക്കും. 10-20 എന്നല്ല, 100-ൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാവും എന്നാണ് അവർ പറയുന്നത്. ഞാനിതിൽ പാക്കറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതവർ പാകിയതാണ്, റിസൾട്ട് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ ചെടികൾ നടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വിത്തുകൾ പാകിയാൽ മതി. പിന്നെ പ്ലാന്റ് മാറ്റി നടാനാകുന്ന പാകത്തിൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതിനെ മാറ്റി നടുക തന്നെ വേണം. അല്ലെങ്കിൽ അത് കൺജസ്റ്റഡ് ആയിട്ട് ഒരു ചട്ടിയിൽ തന്നെ വരും. ഇത് മണ്ണിലല്ലാണ്ട് നിങ്ങൾക്ക് ചകിരിച്ചോറ് മാത്രം, കുറച്ച് NPK പോലുള്ള ഫെർട്ടിലൈസർ ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് ചകിരിച്ചോറിൽ മാത്രമായിട്ട് നടാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചാൽ മതി. വെള്ളം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ നടക്കില്ല കേട്ടോ. ഇതുപോലെ നല്ല സൈസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റുക. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ക്ലൈമറ്റിനോട് യോജിച്ചിട്ടുള്ളതാണ്. അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ മിക്സായിട്ടും വരുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവർ തരുന്നുണ്ട്. അതായത് ഇപ്പോൾ റെഡ് കളർ മാത്രമാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിൻ്റെ മാത്രം വിത്ത്, വൈറ്റ് മാത്രമാണെങ്കിൽ വൈറ്റിൻ്റെ വിത്ത്, അങ്ങനെ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. റെഡ് ഉണ്ടാവും, പിന്നെ വൈറ്റ് കളർ ഉണ്ടായിരിക്കും, പർപ്പിൾ, പിങ്ക്, പിന്നെ നമ്മളുടെ ഹൈബ്രിഡ് ടൈപ്സ് ഇല്ലേ, അതുപോലുള്ള വെറൈറ്റീസ് കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നത് ലിജിന സിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫോൺ നമ്പറും എല്ലാം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡ് പെറ്റൂണിയ വരുന്നുണ്ട്. റെഡ് പെറ്റൂണിയക്ക് റേറ്റ് അവർ പറഞ്ഞിട്ടുള്ളത് 120 റുപ്പീസാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ മിക്സ്, അതായത് ഒരു ഹൈബ്രിഡ് ടൈപ്പ് വരുന്നുണ്ടല്ലോ, അതിന് റേറ്റ് വരുന്നത് 120 രൂപയാണ്. പിന്നെ മിക്സ്ഡ് പെറ്റൂണിയ എല്ലാ കളേഴ്സും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ വിത്തുകളുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ വീട് വരുന്നത് കാലിക്കറ്റാണ് കേട്ടോ. അതുപോലെ കൊറിയർ അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് പോസ്റ്റൊക്കെ അയക്കുമ്പോൾ അതിനുള്ള ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. അത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല.
അതുപോലെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരാളല്ല കേട്ടോ, ഞാൻ ഓൺലൈൻ വഴി പരിചയപ്പെട്ട ഒരാൾ തന്നെയാണ്. അവർ മെസ്സേജ് അയച്ച് ചോദിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ ആൾ ജെന്യൂൻ ആണെന്ന് തോന്നി. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ പ്രൊപ്പഗേഷനും നടക്കുന്നുണ്ട്. അവരവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാം അയച്ചു തന്നിട്ടുണ്ട്. അവരുടെ ഫുൾ അഡ്രസ്സ് ഇതാണ്. ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഫോൺ നമ്പർ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ, ഫോൺ നമ്പർ വരെ തന്നിട്ടുണ്ട്. ഇതുപോലെ കവറിലാക്കിയിട്ട് അവർ അയച്ചു തരും. പിന്നെ അതുപോലെ അവർ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ വിത്തുകളാണ് തരുന്നത് എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലിക്കറ്റൊക്കെ അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങാം കേട്ടോ. ഇതുപോലെയാണ് വിത്തുകൾ അവർ പാക്ക് ചെയ്ത് അയക്കുന്നത്. നിങ്ങൾക്ക് കണ്ട് തന്നെ അറിയാൻ പറ്റും, ഒത്തിരി വിത്തുകളുണ്ട്. 200 ആവില്ല ഇതിൽ. അപ്പോൾ വേർത്ത് തന്നെയാണ് കേട്ടോ, കാശിന് വേർത്ത് തന്നെയാണ്. ഒത്തിരി വിത്തുകളുണ്ട്. ഇതുപോലെ അവർ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടാണ് അയക്കുന്നത് കേട്ടോ. കളേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. നമ്മളിപ്പോൾ ഓൺലൈനായിട്ടല്ലാണ്ടെയും നമ്മളിപ്പോൾ തൈകൾ വാങ്ങുമല്ലോ, തൈകൾ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ഒരു ചെടിക്ക് തന്നെ 50-60 രൂപ, അതുമല്ല അതിലും കൂടുതലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്നിൽ തന്നെ, അതായത് ഒരു പാക്കറ്റിൽ തന്നെ ഒത്തിരി തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പെറ്റൂണിയയിൽ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള വൈബ്രൻറ്റ് കളേഴ്സാണ്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമുക്കിപ്പോൾ രജിസ്റ്റർ ആയിട്ട് കവർ അയക്കുമ്പോൾ നമുക്ക് അത്രയും കാശ് വരില്ല കേട്ടോ. നമ്മൾ സ്പീഡ് പോസ്റ്റ് അല്ലാണ്ട് നമ്മൾ കത്തയക്കുന്നത് പോലെ അയക്കില്ലേ, അപ്പോൾ നമുക്ക് കൊറിയർ അയക്കുന്ന കാശ് അധികം വരില്ല. സ്റ്റാമ്പിനുള്ള കാശേ വരുള്ളൂ ഇങ്ങനെ കവർ അയക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതൊക്കെ അവർ സീഡ്സിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. സെപ്പറേറ്റ് തൈകൾ നിങ്ങൾക്ക് അവിടെ വീട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ തൈകൾ വാങ്ങാൻ പറ്റും. ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഓർക്കിഡ് മാത്രമല്ല 30 രൂപ മുതലുള്ള ചെടികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഓർക്കിഡ്സിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ആളുകൾ വന്നിട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആൾറെഡി അതിൻ്റെ അടിയിൽ അതിൻ്റെ റേറ്റ് പറഞ്ഞു. കാരണം തായ് വെറൈറ്റീസൊക്കെയാണ് 250 മുതൽ സ്റ്റാർട്ടിംഗ് ആണ് റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചില ആളുകൾക്ക് ഇത് 50 അല്ല ഇട്ടിരിക്കും. ഞാൻ ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല അതിന് 50 ആണ് എന്നുള്ളത്. ചെടികൾ വളർത്തുന്ന ആളുകളാണെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും, ഓർക്കിഡ്സ് നല്ല വെറൈറ്റീസ് വരുമ്പോൾ നമുക്ക് ഹോൾസെയിൽ പ്രൈസ് തന്നെ അത്ര നല്ല രീതിയിൽ കാശ് വരും. പിന്നെ നമുക്ക് ഒരിക്കലും അതിന് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വാങ്ങി സെയിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വെറുതെയും കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരോടാണ് ഞാൻ സെയിലിന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഒത്തിരി വീഡിയോസ് ഞാൻ സെയിലിന് ഇടാറുണ്ട്. അപ്പോൾ അതിൽ വിലകളും പറയാറുണ്ട്. വില പറയാത്ത അതല്ല, സെയിൽ കഴിഞ്ഞ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ സെയിലിൻ്റെ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അതായത് ഇപ്പോൾ എന്നാണ് അയക്കുന്നത് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറയുമ്പോൾ നമുക്ക് സെയിൽ വീഡിയോസ് തന്നെ റിപ്പീറ്റ് ചെയ്തിടാൻ പറ്റില്ല. അതുകൊണ്ടാണ് 4 പുറം വീട്ടിൽ കാണുന്ന ചെടികളും അതുപോലെ തന്നെ വേറെ വെറൈറ്റീസ് എല്ലാം കൂടെ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിടുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ 30 രൂപയ്ക്ക് തരുമോ 50 രൂപയ്ക്ക് തരുമോ പറഞ്ഞ് ചോദിച്ചു വന്നിട്ട് കാര്യമില്ല. നമുക്കത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കാരണം നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ 250 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾക്ക് 30 രൂപയ്ക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഓർക്കിഡുകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഞാനത് അതിലും പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോൻ്റെ താഴെയും കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ ചെടികൾ വാങ്ങുന്ന ഒത്തിരി പേർക്ക് അറിയുന്നുണ്ടായിരിക്കും അതിൻ്റെ റേറ്റ്. അപ്പോൾ 250-350 ആണ് റേഞ്ച് വരുന്നത്. ബിഗ് യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിക്ക് 350 ആണ്. 500 രൂപയ്ക്കായിരുന്നു വാങ്ങുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിയപ്പോൾ. ഇപ്പോൾ 350 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഴ്സറികളിൽ പോയി അന്വേഷിച്ച് നോക്കാം റേറ്റുകൾ വരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചോദിക്കാൻ. 30 രൂപയ്ക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വയ്യാത്ത ആളാണ് ഇങ്ങനെ വയ്യാത്ത ആളാണ് 30 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിച്ചു വരരുത്. നമുക്ക് പറ്റില്ല തരാൻ. അതുകൊണ്ടാണ് കേട്ടോ. ഞാനിത് വീഡിയോയിൽ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ റേറ്റ്, അതായത് ഇപ്പോൾ 30 രൂപയ്ക്ക് 50 രൂപയ്ക്ക് നമ്മൾ സെയിലിലിട്ട ചെടികളൊന്നും അവർക്ക് വേണ്ട. അവർക്ക് ഇത് 30 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അതുപോലെ ഞാനൊരു പോസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോൻ്റെ താഴെയും പറഞ്ഞിട്ടുണ്ട്, വരുന്നവരോടൊക്കെ പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എത്രയാണെന്ന് വെച്ചിട്ട് അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. 250 റേഞ്ച് വരുന്നത്. ഇനി ഞാനൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 പുറമായിട്ടുള്ള ചെടികൾക്കൊക്കെ എത്രയാണ് റേറ്റ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ
തന്നെ ഇൻക്ലൂഡ് ചെയ്യൂ കേട്ടോ. അതായത് നമ്മൾ സാധാ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എത്ര റേറ്റ് എന്നുള്ളത് തന്നെ എഴുതിയിട്ട് അതിലിടാം. എന്നാൽ ഒരുവിധം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇതറിയാത്ത ആളുകളല്ല വരുന്നത്, നമ്മളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ആളുകളുണ്ട്. ചില ആളുകളുടെ സംസാരം നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ പെറ്റ്യൂണിയ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് രജിസ്റ്റർ ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മളുടെ കത്തയക്കുമല്ലോ, ആ ഒരു രീതിയിലും അവർ അയച്ചു തരും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ചോദിക്കുക കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തായ് വെറൈറ്റീസ് ഓർക്കിഡ് വേണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക കേട്ടോ. താങ്ക് യു.